പിണറായി സർക്കാരിൻ്റെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ ബലം എന്താണ്? പിണറായി സർക്കാരിൻ്റെ ബലം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ തലമുറ അവർ പറയുന്നത്, ഇപ്പം ഇന്ന് ഒരു ചർച്ചയിൽ അവർ പറയുന്നത് കേട്ടു, ഞങ്ങൾ തുരങ്കപാത ഉണ്ടാക്കി. അവർ പറയുന്നത് ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻ്റെയും അങ്ങയുടെയും തലമുറ പട്ടിണിയിലാണ്, തലമുറ കടത്തിലാണ്. ഇവർ നേട്ടങ്ങൾ നേടിയെന്ന് ഈ പോസ്റ്റർ യുദ്ധം നടത്തുമ്പോൾ ഇവരാകെ വിജയിക്കുന്നത് എവിടെയാണ്? ബാനർ പൊന്തിക്കുന്നതിലും പോസ്റ്റർ വെക്കുന്നതിലും വലിയ ഹോർഡിങ്സ് പൊന്തിക്കുന്നതിലുമാണ്. ഇവർ ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു തലമുറ കടത്തിലാവാണ്. ഒരു കുട്ടിയുള്ള ആൾക്ക് രണ്ടാമത്തെ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ടെന്നേ. പക്ഷെ പ്രശ്നം, രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ബീജാവാപം നടത്താൻ അവന് ധൈര്യമില്ല. ആ കുട്ടിയും കടത്തിലേക്ക് പ്രസവിച്ചു വീഴുകയാണ് കേരളത്തിൽ. ഈ ഒരു തുരങ്കപാത പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ ഭാവി തലമുറ കൂടി കടത്തിലാവുന്നു എന്നുള്ളതാണ്. ഒരു പാലം അപ്പുറത്ത് പണിയണു എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് തലമുറ കൂടി പട്ടിണിയിലാവാണ്. ഇവരുടെ ആരോഗ്യമന്ത്രിയായിരുന്ന PP കിറ്റും മാസ്കും മരുന്നുകളും ഇരട്ടി കാശിന് മേടിക്കുമ്പോൾ മറ്റൊരു കുട്ടി കൂടി കടക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇവർ നടത്തി എന്ന് പറയപ്പെടുന്ന പ്രവൃത്തി കേരളത്തിൻ്റെ ഉൽപ്പാദകക്ഷമത വർദ്ധിപ്പിച്ച് കേരളത്തിനെ സ്വയം പര്യാപ്തതയാക്കിയിട്ടാണ് ഇവർ വർത്തമാനം പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. നാട് മുഴുവൻ നടന്ന് കടം മേടിച്ചിട്ട് എല്ലാം കടം മേടിച്ച് എല്ലാം കിട്ടാവുന്നിടത്ത് മുഴുവൻ വാങ്ങിച്ചിട്ട് അത് മുഴുവൻ PR വർക്കിന് ഉപയോഗിച്ച് അതെൻ്റെ നേട്ടമാണെന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മയെ നേട്ടമായി അംഗീകരിക്കാൻ സൗകര്യമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും.